ഈച്ച ശല്യം കൊണ്ട് നിങ്ങൾ പൊറുതിമുട്ടിയോ? വിഷമിക്കേണ്ട, ഞങ്ങൾ ഒപ്പമുണ്ട്. ഈച്ച ശല്യം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന വലിയൊരു വിപത്താണ്. ഈച്ചകൾ പല സ്ഥലത്തും ഇരുന്ന് അത് നമ്മുടെ ഭക്ഷണത്തിലും ഇരിക്കും. അതുകൊണ്ട് നമുക്ക് ആ രോഗം വാഹകരാണ് ഈച്ചകൾ. അതുകൊണ്ട് നമ്മുടെ ആഹാരത്തിലൂടെ നമുക്ക് രോഗം പടർത്താൻ വലിയ മിടുക്കന്മാരാണ് ഈച്ചകൾ. ഈ വർഷം നമുക്ക് ഈച്ചകൾ വളരെയധികം കൂടിയിട്ടുണ്ട്. ഈച്ചകൾ വളരെ വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഓരോ വീട്ടിൽ കൊട്ടക്കണക്കാണ് ഈച്ചകൾ. അതുകൊണ്ട് ഈച്ച വളരെ നമ്മുടെ മനുഷ്യന് വലിയൊരു ശല്യമായൊരു വസ്തുവാണ് ഈച്ച. അപ്പോൾ ഈച്ചയെ നമുക്ക് പലതരത്തിൽ നമുക്ക് നശിപ്പിക്കാം. അതിൽ ഒന്നാണ് ഫ്ലൈ സ്റ്റിക്കർ. ഫ്ലൈ സ്റ്റിക്കർ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പറിൽ ഒരുപാട് ഈച്ചകൾ ഒട്ടിപ്പിടിക്കുന്നു. പക്ഷേ അത് നമുക്ക് ശ്വാസമായൊരു പരിഹാരമല്ല. കുറേ ഈച്ചകൾ അതിൻ്റെ മേലെ ഒട്ടിപ്പിടിച്ച് കുറേ നശിക്കും. പക്ഷേ വീണ്ടും വീണ്ടും ഈച്ചകൾ വരും. പൂർണ്ണമായി ഈച്ചകളെ നശിപ്പിക്കാൻ നമുക്ക് ഒരു മാർഗം, അതിൽ നമുക്ക് ഒരു തരം കെമിക്കലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് പഞ്ചസാര പോലത്തെ ഒരു തരിതരിയുള്ള ഒരു കെമിക്കലാണ്. അതിൻ്റെ പേരാണ് ബിഗണി ബൈറ്റ്. ഇതാണ് ഇതിൻ്റെ പേര്, ബിഗണി ബൈറ്റ്. ഇതൊരു പഞ്ചസാര പോലെ തരിതരിയാണ്, ഒരു ചുവപ്പ് പഞ്ചസാര എന്ന് തന്നെ പറയാം. ഇതൊരു പാത്രത്തിലാക്കി വെക്കുക. എന്നിട്ട് കുറച്ചൊരു ലേശം വെള്ളം കൂടരുത്. ഇനി വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അത് ഈച്ച ഇല്ല സ്ഥലത്ത് വെക്കുക. അത് ഈച്ച പഞ്ചസാര കഴിച്ചു അത് പാറിപ്പോവും, അങ്ങനെ അത് നശിച്ചു പോകും. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ടത് ഡേഞ്ചറാണ്. ഇതിൽ ഈച്ച ഇരുന്ന് കഴിഞ്ഞ് നമ്മുടെ ഭക്ഷണത്തേക്ക് ഇരുന്നാൽ അത് വളരെ ഒരു ദോഷം ചെയ്യും. അതുകൊണ്ട് വിട്ട് വെക്കണം, എപ്പോഴും ഈ അടുക്കള ഭാഗത്തൊന്നും വെക്കരുത്. അപ്പോൾ ഇതാണ് ഒരു മാർഗം. ഇനി അടുത്തൊരു മാർഗം ഞാൻ കാണിക്കാൻ പോവുകയാണ്. അക്ടാറ എന്ന് പറഞ്ഞൊരു മരുന്നാണിത്. ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു 25 ഗ്രാം എന്ന തോതിൽ 5 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കുക. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും അതിലിട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്യുക. ഈച്ചകൾ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് ആ ഭാഗത്തൊക്കെ സ്പ്രേ ചെയ്യുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ അടിക്കരുത്, വീടിൻ്റെ പുറത്ത് അടിക്കാൻ പാടുള്ളൂ. അത്രക്കും ഡേഞ്ചർ മരുന്നാണിത്. ഇതൊക്കെ രാസവള പീടികൾ കിട്ടും. അപ്പോൾ ഇതാണ് അക്ടാറ എന്നുള്ള മരുന്നാണിത്. ഇത് പെട്ടെന്ന് ഫലം കാണും. ഈച്ച ഇരിക്കുന്ന സ്ഥലത്ത് ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ നനവിലേക്ക് ഈച്ച ഇരിക്കുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് നശിച്ചു പോവുകയാണ്. അങ്ങനെ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി ഇത് മൂന്നും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഏറ്റവും റിസൾട്ട് കിട്ടുന്നത് അക്ടാറ എന്ന് പറഞ്ഞ മരുന്നാണ്. ഇത് പെട്ടെന്ന് ഈച്ച ചാവുന്നുണ്ട്, പൂർണ്ണമായും ഈച്ച ചാവുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടു പരിസരത്ത് നിറച്ചു ഈച്ച ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ഈ 3 മരുന്നും പ്രയോഗിച്ചു. ഒന്ന് ഫ്ലൈ സ്റ്റിക്കർ ഉപയോഗിച്ചു, അതിൽ കുറേ ഈച്ചകൾ ഒട്ടിപ്പിടിച്ചു. അതുപോലെ തന്നെ പഞ്ചസാര തരി ഒരു ചുവപ്പ് പഞ്ചസാര എന്ന് പറഞ്ഞ നമ്മുടെ ബിഗണി ബൈറ്റ്, അത് ഒരു പാത്രത്തിലിട്ടു. ആ പാത്രത്തിൽ ഉള്ള ചുവന്ന പഞ്ചസാര ഈച്ചകൾ കഴിച്ചു കുറേ നശിച്ചു പോയി. പിന്നെ അക്ടാറ എന്ന് പറഞ്ഞ മരുന്ന്, ഈ അക്ടാറ എന്ന് പറഞ്ഞ മരുന്ന് 25 ഗ്രാം 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൽ പഞ്ചസാര ഇട്ട് സ്പ്രേ ചെയ്യുക. വീടിൻ്റെ ഉള്ളിൽ അടിക്കരുത്. അങ്ങനെ ഇതാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത്, അക്ടാറ. അപ്പോൾ നിങ്ങൾക്ക് ഇത് 3ഉം പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ നാടൻ മരുന്ന്, ഒരു നാടൻ രീതിയുണ്ട്. അത് വിളഞ്ഞിൻ ഒരു കമ്പുമ്മലാക്കിയിട്ട് അത് വെക്കുക. അതൊക്കെ കുറച്ച് ഈച്ചകളെ നശിക്കുകയുള്ളൂ. പൂർണ്ണമായി നശിക്കാൻ കെമിക്കൽ മാത്രമേ മാർഗമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈച്ചയെ നശിപ്പിക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. 7306255188. ഒരു വീടിന് 200 രൂപയാവുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.